നമസ്കാരം, ഞാൻ മൃണാൽ. നമ്മൾ വേറെ നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ ഭക്ഷണം കഴിക്കണമല്ലോ. അതല്ലേ അതിന്റെ ഒരു രീതി. നമ്മുടെ ജാർഖണ്ഡ് എന്നുള്ള സ്പെഷ്യൽ ടൈപ്പ് ഒരു ദോശയുണ്ട്. ഇതിന്റെ കൂടെ പോകുന്ന ഇവർക്ക് അറിയുന്ന ഒരു കറി പോലത്തെ ഒരു സാധനം ഇതിന്റെ കൂടെയുണ്ട്. ഇതാണ് 3 Idiots'ൽ കരീന കപൂർ പറഞ്ഞ ധോക്ല. ഗുജറാത്തിയാണ്. ആദ്യമായിട്ട് ഇതും ദോശയും തമ്മിൽ എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. കാണുമ്പോൾ ദോശ പോലെ ഉണ്ടല്ലോ, തൊടുമ്പോൾ തന്നെ ഒരു ഡ്രൈനെസ് ഉണ്ട്, എണ്ണയുണ്ട് മുകളിൽ. സംഭവം ഒന്നുമില്ല, അരി ഉഴുന്നും കൂട്ടിയിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്നു. ഇവരരിയും കടലയും കൂട്ടിയിട്ട് ദോശ ഉണ്ടാക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മൾ വെളിച്ചെണ്ണയോ നെയ്യോ ഉപയോഗിക്കുമ്പോൾ ഇവർ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഓയിൽ ലോക്കലാണല്ലോ എല്ലാം. നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നു, ഇവരുടെ നാട്ടിലുള്ളത് ഇവർ ഉപയോഗിക്കുന്നു. ഇഡ്ഡലി, സാമ്പാർ ഇഡ്ഡലി ഇല്ലേ, അതുപോലെ അങ്ങനെ ഇഡ്ഡലി പോലെ സ്റ്റീം ചെയ്ത് ഉണ്ടാക്കിയിട്ട് പരിപ്പ് പോലത്തെ ഒരു കറിക്കകത്ത് ഇട്ടതാന്ന് തോന്നുന്നു. എൻ്റെ അമ്മേ, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്, കോമ്പിനേഷൻ കറക്റ്റാണ്. ഇവിടെയൊക്കെ സിമ്പിൾ മനുഷ്യന്മാരല്ലേ, ട്രൈബൽസും എല്ലാവരും. അപ്പം അവർക്ക് പറ്റുന്ന സാധനങ്ങൾ ഉണ്ടാക്കി അവർ കഴിക്കുന്നു. സംഭവം ഉഷാറാണ്. സ്പോഞ്ച് പോലെ. പിന്നെ മുകളിൽ കടുകും കറിവേപ്പിലയും വറുത്തിട്ടുണ്ട്. കറിവേപ്പില കേരളത്തിന്റെ കുത്തകയൊന്നുമല്ലോ. പുളിയുടെ ചട്നിയാണ്. നമ്മുടെ വളംപുളിയിലെ വളംപുളി ആയിരിക്കണം. ഓ, തോക്കിലൊക്കെ ഒരു ചെറിയ മധുരമുണ്ട്, ചട്നിക്ക് നല്ലൊരു പുളിയുണ്ട്. കൊള്ളാടാ മക്കളെ. ഇതിൽ സീഡ്സ് ഉണ്ട്. മത്തൻ്റെയോ എന്തിനായിരിക്കും, തണ്ണിമത്തൻ, മത്തൻ, ആ വിഭാഗത്തിൽപ്പെട്ട. അറബികൾ പറയും ഈ സീഡ്സ് ഭയങ്കര നല്ലതാണ് ആരോഗ്യത്തിന്. ദുബായിലും ഷാർജയിലും അവിടെയൊക്കെ ഈ സീഡ്സ് വിൽക്കുന്ന ധാരാളം കടകളുണ്ട്. എരിവ്, പുളി, മധുരം. സ്പോഞ്ച് എല്ലാം അബ്സോർബ് ചെയ്യൂ. റാഞ്ചിയിൽ നിന്ന് ഒരു 2 മണിക്കൂർ പറ്റ്ന സൈഡിലേക്ക് ഡ്രൈവ് ചെയ്തെത്തുന്ന സ്ഥലമാണ് ഹസാരിബാഗ്. എനിക്ക് അവിടെ ഒരാളെ കാണാൻ. പ്രത്യേക രീതിയിൽ മട്ടൺ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. വളരെ സാധാരണ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്ന സാധാരണ റെസ്റ്റോറൻ്റ്. കൊക്കക്കോളയുടെ ഒക്കെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സമ്മതിക്കണം. ഇത്ര ചെറിയ റെസ്റ്റോറൻറ്റിൽ പോലും. ഇതാണ് താലി. സ്റ്റൈലും പപ്പടം അല്ലേ. ചമ്മന്തി ഉണ്ട്, കുറച്ച് വെജിറ്റബിൾ ഉണ്ട്, ചോറുണ്ട്. ഇതാണ് മട്ടൻ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? എന്നെ ഹഠാത് ആകർഷിക്കുന്ന ഈ പപ്പടമാണ്. ഇതിൻ്റെ മുകളിലുള്ള ഈ ഡോട്ട്സിൻ്റെ ഒരു സിമ്മെട്രി ഉണ്ടല്ലേ. സെയിം പപ്പടം തീയിൽ ചുട്ടത്. പച്ചമുളകുണ്ട്, ഇലകളുണ്ട്. നിങ്ങളെ കളി നിർത്തി കാര്യത്തിലേക്ക് കിടക്കുന്നു അല്ലേ. മട്ടൻ കുറച്ചേ ഉള്ളൂ, അത്ര നല്ല പീസൊന്നുമല്ല. പക്ഷെ വെൽ കുക്ക്ഡ്, സ്ലോ ആയിട്ട് വെൽ കുക്ക്ഡ്. ഈ മറ്റേ മണ്ണിൻ്റെ പാത്രത്തിലാണല്ലോ കുക്ക് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ താലിയെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട്, ഇനി തമിഴ്നാട്ടിലും ആന്ധ്രയിലും എല്ലായിടത്തും കിട്ടുന്ന പോലെ താലിയെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ട്
ആകെ ഇത്രയും സാധനം കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് വിഷമാവൂലേ? സാരമില്ല, എന്താ ചെയ്യുക, ഓരോ സ്ഥലത്ത് ഓരോ പോലെയല്ലേ. ചോറ് വേണ്ടത്ര വെന്തിട്ടില്ല കേട്ടോ. ഉള്ളി കൂടുതലാണ് കറിയില്, പക്ഷേ സ്പൈസസിന്റെ യൂസേജ് ഭയങ്കര ബാലൻസ്ഡ് ആവും. എങ്ങനെയത് പറയാം, ഇത് ചപ്പാത്തിയുടെ കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അത്യാവശ്യം എരിവുള്ള ഗരം മസാലയുള്ള ഉള്ളി കൂടുതലുള്ള ഒരു മട്ടൻ കറി എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. പക്ഷെ കറുവപ്പട്ട കുറച്ച് കൂടുതലാണ് ഗരം മസാല അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ കൈൻഡ് ഓഫ്. പക്ഷെ ഗരം മസാല എല്ലാം ഇട്ടിട്ടുണ്ടാവുക. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാ? വെളുത്തുള്ളി തക്കാളി പോലുള്ള സംഭവങ്ങളില്ല, പുളിയില്ല. ഉള്ളിയുടെ ചെറിയൊരു മധുരമുണ്ട്. ഈ പപ്പടം ചോറ് മേടിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. ചപ്പാത്തി മേടിച്ച പപ്പടം കിട്ടൂല. പപ്പടം ഉണ്ടായിട്ടും വലിയ ഗുണമൊന്നുമില്ല. മുഴുവൻ വേണ്ട, ഒരു കൂട്. ചമ്മന്തി ചോറിനോട് കഴിക്കാൻ നല്ല പാടാണ്. കുഴപ്പമില്ല. സ്റ്റൈലൻ ചപ്പാത്തി. റോട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ചപ്പാത്തി, ഇതാണ് സാധനം. ഇതിന്റെ കൂടെയാ ബെസ്റ്റ് റൈസിനെ കാണും. എന്തൊരു മണ്ടൻ പരിപാടി ഫോണിൽ വെച്ചിട്ട് കണ്ടോണ്ടിരിക്കുക. ഒരു രക്ഷയും മനുഷ്യന് സമാനം കിട്ടണ്ടേ. അതുകൊണ്ട് വീക്കെൻഡ് ഒരു കഥയെ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റ് ഓണർ ഇതുപോലത്തെ സാധനം വെച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ വർഷത്തിൻ്റെ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റണം. ദേശം മട്ടനും കൂടെ വന്നപ്പോഴേ പൊളിയാണ്. ഇതൊക്കെയാണ് സാധാരണക്കാരുടെ അങ്ങനെ സാധാരണക്കാരുടെ അല്ല, ഒരു മിഡിൽ ക്ലാസ്സുകാരൻ്റെ ഒരു ആവറേജ് ലഞ്ച് ഇവിടെയൊക്കെ. കോളിന്റെ അടുപ്പാണ്, മൈനുകളുടെ രാജ്യമാണല്ലോ. വട്ടം കുറഞ്ഞ ഹൈറ്റ് ഉള്ള പാത്രം, അതിനകത്ത് മെല്ലെയാണ് ഉണ്ടാക്കുക, ക്ഷമയോടെ. ആ റൈസ് താലി, ഒരു ചപ്പാത്തി, 2 പീസും മട്ടന്റെ കറി, മൊത്തമായത് 150 രൂപ. ഉണ്ട് ഷാർലെ, ഇതാണ് ഇതിന്റെ അവസ്ഥ. ജാർഖണ്ഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതായത് ആൾക്കാരുടെ കയ്യിൽ വരുമാനം കുറവാണ്, ആൾക്കാരുടെ കയ്യിൽ ചിലവാക്കാനുള്ള പൈസയും കുറവാണ്. അതിനനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലൊരു 500 രൂപയ്ക്ക് നടക്കുന്ന പല കാര്യങ്ങളും ഇവിടെ ചിലപ്പോൾ അതിൻ്റെ പകുതിക്കോ ചിലപ്പോൾ 100 രൂപയ്ക്കോ നടന്നു വരും. ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞാണ്, ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൈക്കൂലി കൊടുത്തത് ഒരു അത്യാവശ്യം വലിയൊരു കേസ് ഒതുക്കി തീർക്കാൻ 5000 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിൽ 5000 രൂപയും കൊണ്ടൊരു പബ്ലിക് പ്രോസിക്യൂട്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ, കൈക്കൂലി വാങ്ങുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സമ്മതിക്കോ? എന്താ അല്ലേ ഓരോ സ്ഥലങ്ങൾ. പോവാം.
ഇനി പോവാനുള്ള സ്ഥലമായിരിക്കും ജാർഖണ്ഡിലെ എൻ്റെ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ജാർഖണ്ഡിൻ്റെ സ്വന്തം ആൾക്കാരെ പറ്റി പറയുന്ന മ്യൂസിയമാണ്. ഇത് ബുല്ലു ഇമാമിൻ്റെ കളക്ഷൻസും അദ്ദേഹത്തിന് ആൾക്കാർ കൊടുത്തതും അദ്ദേഹത്തിൻ്റെ മക്കൾ അങ്ങനെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. ഇതിങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കളക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു മ്യൂസിയം ഒന്നുമല്ല. ദിസ് ഇസ് വെരി സ്മോൾ, ആകെ അത്രയേ ഉള്ളൂ. വലിയ മ്യൂസിയംസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല. പക്ഷെ ജാർഖണ്ഡ് എന്താണ്, ജാർഖണ്ഡിലെ മനുഷ്യന്മാരെന്താണ്, എന്തായിരുന്നു അവർ എന്ന് മനസ്സിലാക്കാൻ ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരേണ്ട ഒരു സ്ഥലമാണിത്. ഒരു സംഭവം പറയാം. ജാർഖണ്ഡിൽ 15 വർഷത്തോളം മുമ്പാണ് ജാർഖണ്ഡ് സെപ്പറേറ്റഡ് ആവുന്ന ബീഹാറിൽ നിന്ന്. അപ്പോൾ ജാർഖണ്ഡായിരുന്നു മൊത്തം മിനറൽസും എല്ലാം ഉള്ളൂ. യുറേനിയം അടക്കം ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, കോളൊക്കെ ഇഷ്ടം പോലെ. അപ്പോൾ അതുവരെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ 2 കമ്പനികളായിരുന്നു മൈനിങ് നടത്തിക്കൊണ്ടിരുന്നത്. ഓഫ് കോഴ്സ് നാഷണൽ ഇൻട്രസ്റ്റ്. പക്ഷേ നാഷണൽ ഇൻട്രസ്റ്റ് എത്രത്തോളം അവിടുത്തെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് ആവുന്നുള്ളത് നമുക്കറിയാലോ. അതുപോലെ ഇപ്പം ഇവിടെ നമ്മുടെ ടാറ്റ സ്റ്റീലുണ്ട്, ടാറ്റയുടെ കാർ ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്. അവിടെ ഒരുപാട് പേർക്ക്, ഒരുപാട് ട്രൈബ്സിനൊക്കെ ജോലി കൊടുത്തിട്ടുണ്ട് ഈ മൈനിങ് കമ്പനികളും. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് 2 മൈനിങ് കമ്പനികളും. ഒരുപാട് പേർക്ക് ജീവിതം നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അതായത് ചിലപ്പോൾ ലാൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ലാൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാർഖണ്ഡിൽ, അതിലേക്ക് ഞാൻ വരാം. ഒരുപാട് പേർക്ക് ലാൻഡും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും. അതായത് ചിലപ്പോൾ ഇത്ര ഏക്കർ ലാൻഡ് നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തിന് 2 പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ട്രൈബൽ ആൾക്കാർ ഹാപ്പി ആയിരുന്നു ഈ വക ചേഞ്ചസിലും റിഫോംസിലും. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2015 ആ സമയത്ത് ജാർഖണ്ഡ് സെപ്പറേറ്റഡ് ആയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഭയങ്കരമായ താല്പര്യമായിരുന്നു ജാർഖണ്ഡിനെ ഫെർദർ ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം അങ്ങനെ തീരെ ഡെവലപ്പ് ചെയ്യാത്തൊരു സ്ഥലമായിരുന്നല്ലോ ജാർഖണ്ഡ്. എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം 31ഓളം വേറെ മൈനുകൾ പ്രപ്പോസ് ചെയ്യപ്പെടുന്നു. അതായത് 10 ഫീറ്റ് വരെ നിങ്ങൾക്ക് കുഴിച്ചെടുക്കാം. അതിനടിയിലുള്ളതെല്ലാം ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവിടുത്തെ മരങ്ങൾ എല്ലാം നഷ്ടപ്പെടുകയാണ്. ഗ്രൗണ്ട് വാട്ടർ, അതായത് ശുദ്ധജലം നഷ്ടപ്പെടുകയാണ്. ഇവിടുത്തെ ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ്, ഏകദേശം 9000-10000 കൊല്ലം മുമ്പ് വരെയുള്ള സംഭവങ്ങൾ ഇവിടെ ഈ മ്യൂസിയത്തിലുണ്ട്. അപ്പം അത്രയും പഴയ ഒരു സിവിലൈസേഷനാണ് ജാർഖണ്ഡ്. അവർ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് പുഴകൾ, അല്ലെങ്കിൽ ലേക്കുകൾ, അല്ലെങ്കിൽ കുളങ്ങൾ, നമ്മുടെ കിണറുകളൊക്കെയാണ്. അപ്പം ഈ ഗ്രൗണ്ട് വാട്ടർ നഷ്ടപ്പെടുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമില്ല. എന്ത് ചെയ്യും? മരങ്ങളില്ല, വെള്ളമില്ല, വല്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോഴും ജാർഖണ്ഡിൽ ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു 30-40 കൊല്ലം മുമ്പ് കേരളത്തിൽ സംഭവിച്ചതല്ലേ ഇപ്പോൾ ജാർഖണ്ഡിൽ മെല്ലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതായത് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു ഉദയം ഭയങ്കരമായിട്ട്, ലാൻഡ് ഇസ് എവ്രിതിങ് എന്നുള്ളൊരു കൈൻഡ് ഓഫ് സംഭവം. മൈനിങ്ങിൻ്റെ മുകളിലുള്ള കമ്മീഷൻസ്. ഈവൻ ഞാൻ കേട്ടു, എനിക്ക് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, പക്ഷെ പറഞ്ഞ ആളുടെ പൊസിഷനും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ട്രൂ. ആ 100 കണക്കിന് ഏക്കർ ഭൂമിയുള്ള ആളുകൾ പോലും നക്സലൈറ്റ്സ് ആണത്രേ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കാൻ. ഒന്ന് ആലോചിക്കണം, നക്സൽസ് എന്ന് പറഞ്ഞാൽ എന്താ? വർഗീസിൻ്റെയൊക്കെ ഹിസ്റ്ററി കേട്ടിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നക്സൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ മൈനിങ് ചെയ്യുന്ന പ്രൈവറ്റ്, അതായത് ഈ ജാർഖണ്ഡ് സെപ്പറേഷന് മുമ്പ് 2 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കമ്പനികളായിരുന്നു ഇത് ചെയ്തിരുന്നതെങ്കിൽ പിന്നെ പ്രൈവറ്റ് കമ്പനികൾക്ക് ലീസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ മേടിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ട്രൈബ്സിൻ്റെ കയ്യിൽ, അതായത് യൂഷ്വൽ മനുഷ്യന്മാർ, അവർക്ക് വലിയ ചിലവുകളില്ല, അവർ ബാട്ട സംഭവങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആണുങ്ങൾ ഹണ്ടേഴ്സാണ്. ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പും വില്ലും കൊണ്ടുള്ള ഹണ്ടിങ് അല്ല, ട്രാപ്പ് ചെയ്യലാണ്. അതായത് ട്രാപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാപ്സ് ഉണ്ടാക്കും, അതിനകത്ത് മൊയലുകളോ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളൊക്കെ വന്ന് കുടുങ്ങും. അത് സ്ത്രീകൾ പോയിട്ട് കളക്ട് ചെയ്തെടുക്കുന്നു, അത് ബാർട്ടർ ചെയ്യും. ഇപ്പോൾ അവർക്ക് പരിപ്പോ അല്ലെങ്കിൽ കടലയോ അങ്ങനെ എന്തെങ്കിലും അരിയോ ഒക്കെ വേണമെങ്കിൽ അത് ബാർട്ടർ ചെയ്യും. ഇങ്ങനെ ജീവിച്ചിരുന്ന നൊമാഡിക് സൊസൈറ്റീസ്, അതായത് ഒരു കാട്ടിൽ നിന്ന് വേറെ, ഇതൊക്കെ അടുത്ത കാലത്തെ കാര്യങ്ങളാണ് കേട്ടോ. അല്ലാണ്ട് 50 കൊല്ലം മുമ്പേ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്തോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കാലത്തെ അല്ല, ഇത് അടുത്ത കാലത്തെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇവർ ഒരു കാട്ടിൽ നിന്ന് വേറെ കാട്ടിലേക്ക് പോകുന്നു, അങ്ങനെ മൂവ് ചെയ്ത് ജീവിക്കുന്നു, ഹാപ്പി ജീവിതം. എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കോൺക്രീറ്റ് വീടുകൾ കൊടുക്കുകയാണ്.
എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വാഗമണിൽ രവി ഡി സീറ്റ കൂടി ഉണ്ടായിരുന്നപ്പോൾ രവി സാർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇവിടെയൊക്കെ വീട് വെക്കുന്നുണ്ട്, എന്താണാവോ ഈ വീടുകൾ ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്നതെന്ന്. കാരണം കോൺക്രീറ്റ് വീടുകൾ അവർക്ക് കിട്ടുമ്പോൾ അവരുടെ കാടുകൾ അവർക്ക് നഷ്ടപ്പെടുന്നത്. അവർക്കൊരു കാട്ടിൽ നിന്ന് വേറെ കാട്ടിലേക്ക് പോയിട്ടുള്ള ജീവിതം ഇല്ലാണ്ടായി. എന്തിനു വീടുകൾ? ആ വീടുകളിൽ അവരെന്ത് ഭക്ഷിക്കും, എന്ത് ചെയ്യും? അതുപോലെ ആൽക്കഹോളിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ ഒരു ലോക്കൽ ചാരായമുണ്ട്. ആ ചാരായത്തിൻ്റെ ഒരു കുപ്പി ഞാൻ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഈ ചാരായം ഇവർ നമ്മുടെ ട്രൈബ്സ് എല്ലാ കാലത്തും ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ദേ വർ ഹാപ്പി കമ്മ്യൂണിറ്റീസ്, സന്തോഷമുള്ള അങ്ങനെയുള്ള ആളുകളായിരുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പം അവർക്ക് നിവൃത്തിയില്ലാതെ അവർ ട്രക്ക് ഡ്രൈവേഴ്സ് ആവേണ്ടി വരുന്നു, അവർക്ക് ലാൻഡ് നഷ്ടപ്പെടുന്നു, അവർക്ക് യൂഷ്വൽ ജീവിതം ഇല്ലാണ്ടാവുന്നു. അങ്ങനെ ഒരു കാരണത്തിന് വേണ്ടി കണ്ടുപിടിക്കേണ്ടി വരുന്നു. ആലോചിച്ച വ്യത്യാസം. സോ real estate, mining and everything is changing Jharkhand. I wouldn't say killing Jharkhand, but it's മൈൻഡ് ബ്ലോയിങ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. Bronzes here becomes important because it's like the technique used to make these bronzes are like the same technique which were used in the Indus Valley. Bronzes from these quilts are like hundreds of years because that's passed from one generation to the others. It's made from the old sarees which is stitched into like quilts. And so this is what they wore? No, this is used for either in the small khatiyas, small okay. So this is kind of the equivalent of Egyptian carpets for us. And like it's given like especially for the newborn, like old sarees, the village women, they have nothing, so they would use old rags and cloths to make this for like the babies. ആ കണ്ട മനുഷ്യനാണ് പുലു ഇമാമിന്റെ മകൻ ഗുസ്താഫ് ഇമാം. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കളക്ഷനെ പറ്റിയിട്ടും അവിടെയുള്ള സംഭവങ്ങളെ പറ്റിയിട്ടുമാണ്. പക്ഷേ ഞാൻ ബുലു ഇമാമിനോട് സംസാരിച്ചത് വേറൊരു കാര്യമാണ്. കുജു. ഈ സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിൽ വെച്ചോളൂ. ജാർഖണ്ഡിൽ കുറേ മൈനുകളുണ്ട്. മൈനുകളിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കൽക്കരി മുതൽ പലതുമാണ്. അതിൽ ഈ കുജു എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള വലിയൊരു മൈനിൽ 1914 മറ്റോ, അതായത് 100 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 105 107 കൊല്ലം മുമ്പ് ഒരു തീപിടുത്തം ഉണ്ടാവുന്നു. ആ മൈനിൽ അന്നുണ്ടായ തീപിടുത്തം ഇത്രയും വർഷമായിട്ട് അണയ്ക്കാൻ പറ്റിയിട്ടില്ല. മൈനിങ് എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ കുഴിച്ച് താഴോട്ടല്ല കുഴിക്കുക, സൈഡിലോട്ട് കുഴിച്ച് കോൾ എടുക്കുന്ന ഒരു പരിപാടിയാണ്. പലപ്പോഴും അങ്ങനെയാണ് ആ ആക്ടിവിറ്റി. അപ്പോൾ 50 ഫീറ്റ് അല്ലെങ്കിൽ 100 അടി, 50 മുതൽ 100 വരെ അടിയാണ് ഇവർ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുക. അവിടെ തൂണ് പോലുള്ള സംഭവങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടാണ് മുകളിലുള്ള മണ്ണും, ആ മണ്ണിന്റെ മുകളിൽ ബിൽഡിങ്ങുകൾ ഉണ്ടാവും, മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ടാവും. അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ തീ ബുലു ഇമാമിന്റെ കണക്ക് പ്രകാരം അങ്ങനത്തെ 100 കണക്കിനല്ല, 1000 കണക്കിനല്ല, ദശലക്ഷക്കണക്കിന് തൂണുകളെ തിന്നു കഴിഞ്ഞു ആ തീ. അതായത് മുകളിലെ മണ്ണ് താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. 100 ചില്ലറ കൊല്ലങ്ങളായി ഇങ്ങനെ ഒരു തീ അണക്കാൻ പറ്റുന്ന ടെക്നോളജി ചൈനക്കാരുടെ കയ്യിലുണ്ട് എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷെ ചൈനീസ് ആളുകൾ വരുന്നു, അവരും പറയുന്നു അവർക്ക് ആ തീ അണയ്ക്കാൻ പറ്റില്ല. ആ തീ ഒരു കാരണവശാലും ബിയോണ്ട് സയൻസ് ആണ്. എല്ലാ ടെക്നോളജിയുടെയും എല്ലാത്തിൻ്റെയും അപ്പുറത്തേക്ക് ആ തീ പോയി കഴിഞ്ഞു എന്ന് എല്ലാവരും പറയും. എല്ലാവരും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തീപിടിച്ചതാണ്. അതിനുശേഷം ഇന്ത്യയിൽ പല ഗവൺമെന്റുകൾ ഭരിച്ചു. ബീഹാറായിരുന്നു ആ കാലത്ത്, ആദ്യകാലത്ത്. പിന്നെ അത് ജാർഖണ്ഡായി. ഈ ഏരിയ, അതായത് റാഞ്ചിയിൽ നിന്ന് ഹസാരിബാഗിലേക്ക് പോകുന്ന വഴിക്കുള്ള കുജു എന്ന് പറയുന്ന ഈ ഏരിയ, ഈ റോഡ് വളരെ ഇമ്പോർട്ടന്റ് റോഡാണ്. റാഞ്ചി പാറ്റ്ന ഹൈവേ ആണ്. 4 ലൈൻ റോഡാണ്, ടോള് പിരിക്കുന്ന റോഡാണ്. ഗയ മുതൽ പല സിറ്റിനെയും കണക്ട് ചെയ്യുന്ന റോഡാണ് ജാർഖണ്ഡുമായിട്ട്. അത് ഒരു ദിവസം ആ തീയിലേക്ക് വീഴും എന്നാണ് വിചാരിക്കുന്നത്.
കുറേ പേര് മരിച്ചതായിട്ട് ചിലപ്പോൾ നമ്മൾ പത്രത്തിൽ ഒരു ദിവസം രാവിലെ വായിക്കും. എനിവേ, ഇത് ജാർഖണ്ഡിലെ ഒരു ടിപ്പിക്കൽ വീടാണ്. ഇത് ബുലുയിമാമിന്റെ തന്നെ സ്ഥലത്തുള്ള നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട്, ചെല്ലുന്നവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആ ചുമരിലുള്ള മ്യൂറൽ ആർട്ട് ജാർഖണ്ഡിലുള്ള ട്രൈബലായിട്ടുള്ള ആളുകൾ വരച്ചതാണ്. ഇവരുടെ ഈ ഒരു സംഘടന ട്രൈബൽസിനെ കൊണ്ട് കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ടിപ്പിക്കലായിട്ട് എങ്ങനെയാണ് ജാർഖണ്ഡിലെ സംഭവങ്ങൾ, ആ ഓട്, അതിന്റെ ആ വീടും കാര്യങ്ങളും എല്ലാം കറക്റ്റ് അവിടുത്തെ ഒരു ട്രൈബൽ വീടിനെ പോലെ തന്നെയാണ്. നമുക്ക് ഈ ഒരു സ്ഥലത്ത് പോയാൽ ജാർഖണ്ഡിന്റെ കറക്റ്റ് ഒരു പിക്ചർ കിട്ടും, ചെറിയൊരു പിക്ചർ. ഇത് കഴിഞ്ഞിട്ട്, ഇതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് ബുലുയിമാമുമായിട്ട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. No. Yeah, that's the Burhanpur Mount. Yeah. And this is the Buddhist discovery. You can find it on the internet just now. This. You just search for that on the internet, you get the photographs. And this is my not recent, this is now 15 years old work. But this is on Jainism and the destruction of Jain temples through Suvarnareka multi-purpose. And that too in Jharkhand. Yeah, the destruction of 70 temples by the Suvarnareka multi-purpose project. This is my paper. In fact, if you want to keep this, because I've got copies of it. And this, I will just photograph that. I won't give you this because I have a sentimental attachment to it. Because this is all my original. Original writing. Original work. So you photograph this and see on the internet these discoveries have recently been brought. 80 വയസ്സിനടുത്ത പ്രായമുള്ള ഈ മനുഷ്യൻ, അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ 3, 4, 5 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഭീകരമാണ്. ശരി, കണ്ണ് തുറപ്പിക്കുന്നതെന്ന് പറയാം. തുറക്കാൻ നമുക്ക് കണ്ണുകളും താല്പര്യം ഉണ്ടെങ്കിൽ കണ്ണ് തുറപ്പിക്കുന്നത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തെ പോയി കണ്ടത്. ജീനിയസ്.